ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാജിക് മിക്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ചാളക്കറി അഥവാ മത്തിക്കറി എന്ന് പറയും. അതിനായിട്ട് നമ്മുടെ പുളി എടുക്കുക, അതിലോട്ട് വെള്ളം ഒഴിച്ച് കുതിർത്താനായിട്ട് വെക്കുക. നേരം കൊണ്ട് കുറച്ച് തേങ്ങ, 1 കപ്പ് മേലെ തേങ്ങ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ജീരകം ചേർത്തിട്ട് അരച്ചെടുക്കുക. ആ അരച്ചതിലോട്ട് ഈ കുതിർന്ന പുളി എന്ത് ചെയ്യുക, നല്ല പുളിൻ്റെ ആ ഒരു കഷ്ണങ്ങളൊന്നും ഇല്ലാതെ വെള്ളം മാത്രമായിട്ട് നന്നായി പിഴിഞ്ഞ് അതിലോട്ട് ഒഴിക്കുക. അടുത്ത് നമുക്ക് ഇതിനോട് സ്പൈസ് ആഡ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ്, മുളക് പൊടി എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം നമ്മുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. ഓരോരുത്തർക്ക് എരിവ് കൂടുതൽ, സ്പൈസസ് കൂടുതൽ വേണം, അങ്ങനെ അനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതാ നമ്മൾ ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ അതിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. ഉപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞതേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മൾ അടുപ്പിലുണ്ടാക്കുന്ന നാടൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മൺചട്ടി എടുത്തു, അതിലോട്ട് എണ്ണ ഒഴിച്ചു. നന്നായി എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുകിടുക. കടുകിട്ട് നന്നായിട്ട് അത് പൊട്ടി വന്നതിന് ശേഷം അടുത്തത് നമ്മളുടെ എന്തിടുക, ഉള്ളി ഇടുക. ഉള്ളി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 ഉള്ളിയും 1/2 പീസുമാണ് എടുത്തിരിക്കുന്നത്. അത് അരിഞ്ഞിട്ട് ഇതിലോട്ട് ഇടുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ചുവന്ന് വരുമ്പോൾ, നോർമലി എല്ലാം കുക്ക് ചെയ്യുന്ന പോലെ അത് ചുവന്ന് വരുന്ന സമയത്ത് ഇതിലോട്ട് എന്ത് ആഡ് ചെയ്ത് കൊടുക്കാം, നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുത്താൽ അത് നന്നായിട്ട് ആവണം. അത് അത്യാവശ്യം നിങ്ങൾക്കിപ്പോൾ തക്കാളി ഇങ്ങനെ കഷ്ണങ്ങളാക്കിയില്ലെങ്കിലും തക്കാളി സെപ്പറേറ്റ് ആയിട്ട് അരച്ചിട്ട്, അതായത് മിക്സിയിട്ട് അരച്ചിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ചെറിയൊരു വേവൊക്കെ പിടിച്ച് വന്നതിന് ശേഷം അതിലോട്ട് നമ്മളത് മിക്സ് ചെയ്ത് വെച്ച ഇതുണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ ഇടയിൽ ഉപ്പ് വേണോ വേണ്ടെന്നൊക്കെ നമുക്ക് അവസാനമാണെങ്കിൽ ഉപ്പിട്ട് ഇളക്കാവുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണ്. അതിന് ഉപ്പ് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് ഇളക്കണം വരെ നമ്മൾ അതിനവിടെ തന്നെ അടച്ചു വയ്ക്കുക. അതിനുശേഷം എന്തെങ്കിലും നമ്മൾ മത്തിയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്, നമ്മളുടെ മത്തി എന്നാട്ടോ പറയാം. ക്ലീൻ ചെയ്ത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കണം. ഒരു 15 മിനിറ്റോളം തിളച്ചതിന് ശേഷം മാത്രം നമ്മളിതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്തതിന് ശേഷം അതും നന്നായി തിളച്ച് വരണം. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ അത് മതിയാവും. കാരണം മത്തി പെട്ടെന്ന് തന്നെ വേവും. അതുകൊണ്ട് നല്ലൊരു തിള കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡി. പാത്രത്തിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് നല്ല ചോറും മീൻകറിയും മീൻ വറുത്തൊക്കെ കൂടെ ഒരു പിടി പിടിച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിലോട്ട് കാണാതായിരിക്കും.